കഴിഞ്ഞ 2 മാസങ്ങളായി അമേരിക്കയിലെ പ്രധാന വീഥികളിലൂടെ 4 വ്യത്യസ്ത റൂട്ടുകളിലൂടെ വിവിധ ഗണങ്ങളായി നടന്നു നീങ്ങിയ ദിവ്യകാരുണ്യ തീർത്ഥാടന സംഘങ്ങൾ ഇന്ത്യാനപോളിസിൽ എത്തിയതോടെയാണ് 5 ദിന ദിവ്യകാരുണ്യ കോൺഗ്രസിന് ആവേശപൂർവമായ ആരംഭം ആയിരിക്കുന്നത്. 2000 വർഷങ്ങൾക്ക് മുൻപ് യേശുവിനൊപ്പം നടന്ന അപ്പസ്തോലന്മാർക്ക് ശേഷം ഇത്രയും ദൈർഘ്യമേറിയ പാതകൾ ഈശോയ്ക്കൊപ്പം കാൽനടയായി നടത്തപ്പെട്ട യാത്രകൾ ഇത് ചരിത്രത്തിൽ ആദ്യമാണെന്നാണ് പറയപ്പെടുന്നത്. ദേശീയ ദിവ്യകാരുണ്യ തീർത്ഥാടനത്തിന്റെ 4 ശാഖകളിൽ ദിവ്യകാരുണ്യ ഈശോയെ അനുയാത്ര ചെയ്തവർ ഐക്യത്തിന്റെ ശക്തമായ പ്രതീകമായി ഇന്ത്യാനപോളിസിലെ ദേശീയ ദിവ്യകാരുണ്യ കോൺഗ്രസ് വേദിയിൽ സംഗമിക്കുകയായിരുന്നു. തെരുവുകളിലൂടെയും പൊതു റോഡുകളിലൂടെയും ഗ്രാമങ്ങളിലൂടെയും എന്തിന് നദികളിലൂടെ വരെ ദിവ്യകാരുണ്യനാഥൻ അമേരിക്കയെ ആശീർവദിച്ചു നീങ്ങുന്ന അനുഗ്രഹീതവും അപൂർവവുമായ നിമിഷങ്ങൾക്കാണ് അമേരിക്ക കഴിഞ്ഞ ദിനങ്ങളിൽ സാക്ഷ്യം വഹിച്ചത്. മരിയൻ റൂട്ട്, സെറ റൂട്ട്, ജുവാൻഡിഗോ റൂട്ട്, സെറ്റൻ റൂട്ട് എന്നിങ്ങനെ 4 റൂട്ടുകളിലായി നടന്ന ദിവ്യകാരുണ്യ തീർത്ഥാടനത്തിൽ കർദിനാൾമാരുടെയും ബിഷപ്പുമാരുടെയും വൈദികരുടെയും ഉൾപ്പെടെ അമേരിക്കയിലെ മലയാളികളടങ്ങുന്ന വിശ്വാസികളുടെ വൻ സഞ്ചയമാണ് പങ്കുചേർന്നത്. 1,50,000-ലേറെ വിശ്വാസികൾ പങ്കെടുത്ത ദിവ്യകാരുണ്യ തീർത്ഥാടനം 25 സ്റ്റേറ്റുകളിലെ 64 രൂപതകളിലൂടെ 6,500 മൈലുകൾ താണ്ടി 60 ദിവസങ്ങൾ കൊണ്ട് ഇന്ത്യാനപോളിസിൽ എത്തിച്ചേർന്നതോടെ സഭയിൽ അത്യപൂർവമായ ദിവ്യകാരുണ്യ വിപ്ലവത്തിന് ചരിത്രത്തിൽ ഇടം കുറിക്കുകയായിരുന്നു. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കേന ന്യൂസ്.